ഇരട്ടക്കൊലക്കേസിൽ വിധി ഇന്ന്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചി CBI പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. മുൻ MLAയും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അടക്കം 24 പേരാണ് കേസിലെ പ്രതികൾ. പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം ന്യൂസ് 18 പറഞ്ഞു. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത സർക്കാർ നടപടി സമൂഹത്തിന് പൊറുക്കാനാവില്ലെന്നും കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണനും കൂട്ടിച്ചേർത്തു. 6 വർഷങ്ങൾക്കിപ്പുറത്തേക്ക് ഈ ഒരു വിധി ഇന്ന് വരുമ്പോൾ അതിന് പിന്നിൽ ഒരു 2 കുടുംബങ്ങളുടെ നിയമ പോരാട്ടം, അവരുടെ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ, രാത്രികളായിരുന്നു. ഇന്ന് എന്തായാലും ആ നിർണായകമായ വിധി വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഏറെ ഉറ്റുനോക്കുന്ന 2 പേരാണ് ഈ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും അച്ഛന്മാർ. ഇവർ 2 പേരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 6 വർഷത്തെ നിങ്ങളുടെ ഒരു പോരാട്ടമാണ്. ഇന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നതാണ്. എന്താണ് ഈ ഒരു സമയത്ത് പറയാൻ? എന്താണെന്ന് വെച്ചാൽ 6 വർഷമായിട്ട് ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി നമ്മൾ CBI കോടതിയിൽ നിന്ന് ഒരു വിധി വരാൻ വേണ്ടി പോയാണ് 28-ന്. ആ വിധി 24 പ്രതികൾക്കും ശക്തമായൊരു ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്കുള്ളത്. ആ പോരാട്ടത്തിൽ എല്ലാ പ്രതികൾക്കും ശിക്ഷ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. വളരെയധികം പ്രതീക്ഷയുണ്ട്. അതിനൊക്കെ പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ വേദനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയും പ്രയാസം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മക്കളെ നഷ്ടപ്പെട്ടതിനപ്പുറം സർക്കാരിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ചും കൊണ്ടാണ്, സാമ്പത്തികമായും മറ്റിൻ്റെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു സർക്കാർ. നമ്മൾ ഒരു സർക്കാരിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അവരെ ചുമതലകളും നിറവേറ്റി മറന്നുകൊണ്ട് അവരെ പാർട്ടിക്കാർ മാത്രം സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ള രീതിക്കായി അവരെ പോക്ക്. ക്രിമിനലെ രക്ഷിച്ചെടുക്കുക, ക്രിമിനലെ വളർത്തുക, നാട്ടിന് അന്തഃഛിദ്രം ഉണ്ടാക്കുക, അവരൊറ്റ ഉദ്ദേശം മാത്രമേ സർക്കാരുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടം, കേരളത്തിലെ ജനതയെ മൊത്തം സങ്കടത്തിലായിരുന്ന ഒരു പ്രവണതയാണ് ഇന്നത്തെ സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രതിഫലം ഇന്ന് കാണുമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. ഞങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ കൂടെ നിന്ന ഒരു വലിയൊരു സമൂഹം, നമ്മുടെ മനുഷ്യത്വമുള്ള ഒരു സ്നേഹമുള്ള വലിയ സമൂഹവും അതുപോലെ നമ്മളെ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവരൊക്കെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം ഈ കേസിനെ ഇവിടെ കൊണ്ടുവരെ എത്തിക്കാനും നമുക്ക് സഹായമായിട്ടുണ്ട്. അതിൽ അഡ്വക്കറ്റും അതുപോലെ പ്രോസിക്യൂട്ടർമാരും നമ്മൾക്ക് വളരെയധികം സഹായങ്ങൾ ഈ കേസിന് വേണ്ടിയിട്ട് എല്ലാ തലത്തിലും ചെയ്തിട്ടുണ്ട്. ഈ 170 സാക്ഷികളെ നമ്മൾക്ക് ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വിസ്തരിക്കാനുള്ളൊരു ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് 2 വർഷമായിട്ട് ഇവരെ കൊണ്ടുപോയി ഇത് സാക്ഷി വിസ്താരം നടത്തുക, കോടതിയെ സത്യസന്ധത ബോധിപ്പിക്കാനുള്ള എല്ലാ ഇവരെ തെളിവുകൾ നിരത്തുക എന്നുള്ളതാണ് നമ്മൾ ചുമതല. അതിനുവേണ്ടി ഒരുപാട് ആൾക്കാർ, വക്കീലന്മാരും മറ്റുള്ളവരും പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വളരെ നന്ദിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം എന്ന് വെച്ചാൽ ഇവർ ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷ, സാധാരണ ശിക്ഷയല്ല. അവർ എന്താ ക്രൂരതയോ എത്ര കൊണ്ട് ക്രൂരതയാണ് ഈ കേരളത്തോടും കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളോട് കാണിച്ചിട്ടുള്ളത്, ഈ സമൂഹത്തോട് കാണിച്ചിട്ടുള്ളത്, അതിന് തക്കതായ ഒരു ശിക്ഷ കിട്ടുന്നുള്ള ഒരു ഉത്തമ ബോധ്യം, അത്ര വിശ്വാസം ഞങ്ങൾക്ക് കോടതിയിലുണ്ട്. അത് നൽകും, അത് കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്നത്. എങ്കിലും നമുക്ക് സമാധാനം എന്നുള്ളത്, നമുക്ക് ജീവിതത്തിൽ സന്തോഷം എന്നുള്ളത് ഒരിക്കലും നമുക്കുണ്ടായി നഷ്ടപ്പെട്ടത് പോയത് തന്നെ. എങ്കിലും നാളേക്ക് വരുന്ന ഒരു തലമുറ, ഒരു കുഞ്ഞിക്കും ഈ പ്രവണത ഈ സർക്കാർ അല്ലെങ്കിൽ ഈ പാർട്ടി ചെയ്യരുതേ, ഇനി എല്ലാ സമാധാനത്തോട് ജീവിക്കാനൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ, ഈ വിധി കണ്ടിട്ടെങ്കിലും പാഠമാകട്ടെ എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാകത്തുള്ളൂ. തുടക്കത്തിൽ നിങ്ങൾക്കൊപ്പം നിന്ന ഒരു അഭിഭാഷകൻ പിന്നീട് പ്രതിഭാഗത്തേക്ക് പോകുന്നതൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം കൂടിയാണ്. അത് ഏറ്റവും വേദനാജനകമല്ല, നീചമായ പ്രവൃത്തി, അത് മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയല്ല. അത് ഈ ചെയ്ത കൊലയാളികൾക്ക് തുല്യമല്ലേ അയാളും ചെയ്തത്. ഞങ്ങളെ കൂടെ നിന്ന ഒരാളായതുകൊണ്ട് വക്കീലന്മാർ അവരെ പണിയെടുക്കും. പക്ഷെ ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ആശ്വാസം നൽകിയ ഒരു വ്യക്തിയാണ് നമ്മുടെ പാർട്ടീൻ്റെ തലപ്പത്തിരുന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും വർക്കിംഗ് ഒക്കെ ചുമതലയുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ കൂടെ നിന്നിട്ട് തിരിഞ്ഞ് ഇത് വക്കാലത്ത് ഏറ്റെടുക്കണമെങ്കിൽ പാർട്ടി ഈ UDF നിന്നുകൊണ്ട് പറ്റില്ല, കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് പറ്റില്ല, അതുകൊണ്ട് തിരിച്ച് CPM-ലേക്ക്. അപ്പോൾ CPM വിലക്കെടുക്കുകയാണ്. പൈസക്ക് അത്ര ദുരാശയാണ്. പൈസ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അത്ര നീചനാണ്. അത് നമ്മളെ കൂടെ നിർത്തിയത് തന്നെ വലിയത്. ഇന്നിപ്പോൾ അയാളെ ജനങ്ങൾ വെറുക്കുന്നു, ഒരു നീചനായിട്ടാണ് കാണുന്നത്. അത്രയും തരംതാണെ ഒരു പ്രവൃത്തിയായി പോയി അദ്ദേഹം ചെയ്തത്. അത് സമൂഹത്തോട് അത് തന്നെ ചെയ്തത്, നമ്മളോട് മാത്രമല്ല ഈ സമൂഹത്തോട് തന്നെ അയാൾ ചെയ്തത് ഏറ്റവും മോശമായൊരു പരിപാടി. ഒരു മനുഷ്യത്വമില്ല. ഈ ഇത്രയും വയസ്സാങ്കാലത്ത് അയാൾ ചെയ്ത് കൂട്ടിയ വേല ഈ ജനങ്ങൾ മറക്കൂല. അയാളെ ഒരു നീചനായിട്ട് കാണും. അത്ര നമുക്ക് അതായത് ഈ ഒരു വക്കീൽ പണി ഇതിനോട് അയാൾ തീരും. ഇത് നല്ലൊരു വിധി വന്നാൽ അയാൾ ഈ കേസോടുകൂടി അവസാനിക്കുക, അയാളെ
വക്കീൽ പണി അവസാനിക്കുന്നതിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. കാരണം അത്ര മോശമായ ഒരു പരിപാടിയായിപ്പോയി നമ്മളിവിടെ ചെയ്ത്. സർക്കാർ ചെയ്തു ഒന്ന് വേറെ, പക്ഷേ സർക്കാർ വിലക്കെടുത്ത് ഇവരൊക്കെ കൂടി നിൽക്കുമ്പോൾ നമ്മൾ ആത്മധൈര്യത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് ദൈവാനുഗ്രഹം നമുക്ക് കൂടുതലുണ്ട്. അതുപോലെ കോടതിയിലൊരു വിശ്വാസവും. ഈ ഒരു വിധി വരുമ്പോൾ അതേറെ നിർണായകമാണ്. ഈ ഒരു അഭിഭാഷകൻ ഉൾപ്പെടെ നിങ്ങളുടെ പ്രതിഭാഗത്തേക്ക് പോകുന്ന സാഹചര്യം, അതിനപ്പുറത്തേക്ക് സർക്കാർ ഇത് CBI അന്വേഷണത്തിന് വേണ്ടി എതിർക്കുന്ന സാഹചര്യം, അതിലൊക്കെ പോരാടി തന്നെയാണ് ഇവിടം വരെ അത് നിയമപാലകനാണ് അവരെ കൂടെ പോയത്. അത് കോൺഗ്രസിൻ്റെ വലിയ ഉന്നത നേതാവായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് പുറം തട്ടി പറഞ്ഞതായിരുന്നു, ഈ പ്രതികൾക്കൊക്കെ നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ അഡ്വക്കേറ്റാണ് K. ശ്രീധരൻ. അയാളാണ് നേരെ കാലുമാറി CPM-ൻ്റെ കൂടെ പോയി അതിനുവേണ്ടി അവർ പ്രതികൾക്ക് വേണ്ടി കോടികൾ വാങ്ങിയിട്ട് അന്ന് കേസ് വാദിച്ചത്. അത് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. അതൊക്കെ ഇതുകൊണ്ട് എന്തായാലും CPI കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു വിധി കിട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ട്. അയാൾ പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ രണ്ടുപേരുടെയും മാതാപിതാക്കൾ. എന്തായാലും ഇന്ന് 11:00 കൂടിയായിരിക്കും CBI കോടതിയിൽ നിന്നും പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ വിധി ഉണ്ടാകുക. അത് കേരളം മുഴുവനും കാത്തിരിക്കുന്ന ഒരു വിധി കൂടിയാണ്. നവമി ദിനേശും KV ബൈജുവും വിവരങ്ങളുമായി. നവമി ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ രാഷ്ട്രീയ കേരളം ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 6 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു കേസിലാണ് ഇന്നിപ്പോൾ CBI പ്രത്യേക കോടതി വിധി പറയാൻ പോകുന്നത്. അത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിലും വലിയ ചർച്ചയാകുമെന്നും ഉറപ്പാണ്. എപ്പോഴാണ് കോടതി നടപടികൾ ആരംഭിക്കുക? എപ്പോഴത്തേക്ക് ഇന്നത്തെ കോടതി നടപടികൾ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിച്ചു തുടങ്ങും? ശ്രീജ, 24 പ്രതികൾ, 154 സാക്ഷികളുള്ള ഈ കേസിന്റെ വിധി പറയുമ്പോൾ അത് കേരളം ഉറ്റുനോക്കുന്നതാണ്. CPM-നും സർക്കാരിനും സംബന്ധിച്ച ഏറെ നിർണായകമായിട്ടുള്ള ഈ ഒരു ദിവസത്തിൽ രാവിലെ 11:30 കൂടിയായിരിക്കും കലൂർ CBI കോടതിയിൽ നിന്നും ജഡ്ജി ശേഷാദ്രി നാഥൻ വിധി പറയുക. എന്തായാലും ഉറ്റുനോക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ വിധി അറിയാൻ. ഇതിലെ 1-ാം പ്രതിയായിരിക്കുന്നത് A. പീതാംബരനാണ്. ഈ വിചാരണ വേളയിലെല്ലാം CBIക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞു. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കാറുകൾ, ഫോൺ രേഖകൾ, മൊബൈൽ ടവറിന്റെ ലൊക്കേഷൻ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് തന്നെയാണ് CBI കോടതിയിൽ ഉടനീളം വാദിച്ചത്. ഇതിൽ CBIയുടെ കണ്ടെത്തൽ പ്രകാരം ഈ 1-ാം പ്രതിയായിട്ടുള്ള പീതാംബരനെ ആക്രമിച്ച കേസിലെ പ്രതികളായിരുന്നു ഈ കൊല്ലപ്പെട്ട ഇരുവരും. ഇവർക്ക് നേരെ ഉണ്ടായ വൈരാഗ്യമാണ് ഈ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഒപ്പം ഈ കല്യോട്ട് പെരിയയിൽ ഈ 2 പ്രവർത്തകരും, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വളർച്ച, അത് ഒരിക്കലും പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ പീതാംബരനോ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെ ഈ ഒരു ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് CBIക്ക് ഈ വിചാരണ വേളയിലൊക്കെ വാദിക്കാൻ കഴിഞ്ഞു. പക്ഷെ പ്രതിഭാഗം പറയുന്നത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, വ്യക്തിപരമായിട്ടുള്ള കൊലപാതകമാണെന്ന്. എന്തായാലും ഈ വാദങ്ങൾക്കൊടുവിൽ ഇന്ന് വിധി പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇതിലെ 1-ാം പ്രതിയായിട്ടുള്ള CPI പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് വധശിക്ഷ തന്നെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 20-ാം പ്രതിയായിട്ടുള്ള KV കുഞ്ഞിരാമൻ മുൻ ഉദുമ MLA ആണ്. അത് പിന്നീട് CBI നടത്തിയ അന്വേഷണത്തിലായിരുന്നു മുൻ ഉദുമ MLA പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. 2-ാം പ്രതിയായിട്ടുള്ള, അതായത് ഈ കൊലപാതകത്തിലെ 2-ാം പ്രതിയായിട്ടുള്ള സജി C. ജോർജിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചു എന്നൊരു വകുപ്പ് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. 14-ാം പ്രതി KM മണികണ്ഠൻ ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയാണ്. കൊലപാതകത്തിന് നേരിട്ടുള്ള പങ്കുള്ള പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു, തെളിവ് നശിപ്പിക്കൽ, 2-ാം പ്രതിയെ കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 13-ാം പ്രതിയായിട്ടുള്ള N. ബാലകൃഷ്ണൻ പെരിയ മുൻ ലോക്കൽ സെക്രട്ടറിയാണ്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം 21-ാം പ്രതി രാഘവൻ പാക്കം മുൻ ലോക്കൽ സെക്രട്ടറിയാണ്. 2-ാം പ്രതിയെ കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചു. ഇങ്ങനെ വകുപ്പുകൾ ഒക്കെ ഇട്ടിട്ടാണ് 24 പ്രതികളെ ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലെന്തായാലും വിധി വരുമ്പോൾ അത് ഏറെ നിർണായകമാണ്, ഏറെ ആകാംക്ഷ
പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ദേശീയ തലത്തിൽ പോലും വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട CPM-നെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കപ്പെട്ട ഒരു കേസ് കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് ഇതിന്റെ ഒരു CBI അന്വേഷണത്തിനെതിരെ ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ഈ ഒരു അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. പിന്നീട് ഇവരെ ഹൈക്കോടതിയെയും സമീപിക്കുന്ന സാഹചര്യം, ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ ഈ ഒരു CBI അന്വേഷണത്തിന് അനുകൂലമായിരുന്നില്ല. സർക്കാർ പരിശ്രമിച്ചു, കിണഞ്ഞ ശ്രമം നടത്തി ഈ ഒരു CBI അന്വേഷണം ഒഴിവാക്കാൻ സുപ്രീം കോടതിയെ വരെ സമീപിക്കുന്ന സാഹചര്യം. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന് നിരാശ. CBI ഈ കേസ് ഏറ്റെടുക്കുന്നു. പിന്നീടാണ് ഉദുമ മുൻ MLA അടക്കം ഇതിൽ പ്രതി ചേർക്കപ്പെടുകയും ഒടുവിൽ കുറ്റപത്രം അടക്കം സമർപ്പിച്ച ഈ ഒരു കേസിന്റെ വിധി ഇന്ന് 11:30 കൂടിയായിരിക്കും കൊച്ചി CBI കോടതിയിൽ നിന്നും വരിക. ശ്രീജ, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് KV ബൈജു കൂടി. ബൈജു, 24 പ്രതികളിൽ CPM നേതാക്കളും അംഗങ്ങളുമാണ് മുഴുവൻ പ്രതികളും. അങ്ങനെയൊരു കേസിൽ 6 വർഷത്തിന് ശേഷം വിധി വരുമ്പോൾ സ്വാഭാവികമായും അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നലെ തൊട്ട് തന്നെ ഉണ്ട്. പാർട്ടിയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകൾ ഇപ്പോഴുണ്ട്? എങ്ങനെയാണ് ഈ വിധിയെ കല്യോട്ടും പെരിയയിലും ഒക്കെയുള്ള ആളുകൾ ഉറ്റുനോക്കുന്നത്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വിധിയുടെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷാ സന്നാഹമാണ് ഇപ്പോൾ പെരിയ കല്ലോട്ട് ഏർപ്പെടുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ട ആ കല്ലോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പോലീസിന്റെ വൻ സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പല ജില്ലയുടെ പല സ്റ്റേഷനുകളിൽ നിന്ന്, വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി ഒരുപാട് ഉദ്യോഗസ്ഥർ, DYSP റാങ്കിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം അവർ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിന് മുന്നോടിയായി അവരുടെ ഒരു പരേഡ് നടക്കുകയാണ്. നമുക്ക് ഇന്നലെ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. ഇന്നലെ പോലീസ് വലിയ റൂട്ട് മാർച്ച് നടത്തി. ഏതായാലും വിധി അനുകൂലമായാലും പ്രതികൂലമായാലും സംഘർഷ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ കല്യോട്ട് പ്രദേശം പോലീസ് വലയത്തിൽ എന്ന് വേണം പറയാൻ. അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളാണുള്ളത്. ഈ 2019 ഫെബ്രുവരി 17 രാത്രി 7:45 കൊലപാതകം നടന്നതിന് ശേഷം നിരവധി അക്രമ സംഭവങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഒരുപാട് CPM ഓഫീസുകൾക്ക് നേരെ അക്രമമുണ്ടായി. അതുപോലെ തന്നെ CPM പ്രവർത്തകരുടെ വീടുകൾ കയറിയുള്ള അക്രമമുണ്ടായി. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ അക്രമം. അങ്ങനെ വലിയ അക്രമ പരമ്പര ഉണ്ടായ ഒരു പ്രദേശമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കല്ലോട്ട് എന്ന് പറയുന്ന ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് അതീവ ജാഗ്രതയുള്ളത്. ഏതായാലും പ്രകടനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കല്ലോട്ട് പ്രദേശം മുഴുവൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഒപ്പം കടന്നുവരുന്ന പെരിയ ഉൾപ്പെടെയുള്ള ദേശീയപാതയിൽ പോലീസ് വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പോലീസ് യോഗം ചേരുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കല്ലോട്ടാണ്. ഇവിടെയാണ് കൃപേഷും ശരത്ലാലും വെട്ടേറ്റ് കൊല്ലപ്പെട്ട ആ സ്ഥലം. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ട്. 11:30 ഈ വിധി ഉണ്ടാവും. ഇതിൽ 24 പ്രതികളിൽ ആദ്യം ഇവർക്ക് പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യം കോടതി ചോദിക്കും. അതുകൂടാതെ ഇതിൽ കുറ്റക്കാരല്ല എന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച തീരുമാനം ആദ്യം ഉണ്ടാകും. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിന്റെ ശിക്ഷാവിധി പ്രസ്താവിക്കുക. ഏതായാലും ഈ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അച്ഛന്മാരും അതുപോലെ തന്നെ ശരത്ലാലിന്റെ സഹോദരിയും അശ്വതിയും കൊച്ചിയിലാണ് ഉള്ളത്. അവർ വിധി കേൾക്കാനായി കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അല്പസമയത്തിനകം എത്തും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കല്യോട്ട് ടൗൺ ആണ്. ഇവിടുന്ന് ഏതാനും മീറ്ററുകൾ മാത്രം. കനത്ത സുരക്ഷയിലാണ് പെരിയ കല്യോട്ട് ഭാഗങ്ങളുള്ളത്. 6 വർഷത്തിന് ശേഷമാണിപ്പോൾ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ട കേസിൽ പ്രത്യേക CBI കോടതി വിധി പറയാൻ പോകുന്നത്. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ദേശീയ തലത്തിൽ പോലും വലിയ രീതിയിൽ ചർച്ചയാക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് CPM വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലായിരുന്നു. ഈ CBI അന്വേഷണത്തിനെതിരെ CBI അന്വേഷണം തടയുന്നതിനു വേണ്ടി സർക്കാർ കിടഞ്ഞു ശ്രമിച്ചിട്ടും സുപ്രീം കോടതി വരെ ഈ CBI അന്വേഷണത്തേക്ക് വിട്ടു നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് സർക്കാരിനെ സംബന്ധിച്ചും ഏറെ നിർണായകമായ ദിനമാണ്. 2019 ഫെബ്രുവരി 17 പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്
കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൽ CPM പ്രവർത്തകരായിട്ടുള്ള CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായ ഒന്നാം പ്രതി പീതാംബരന് ഉള്ള രാഷ്ട്രീയ വൈരാഗ്യം, പീതാംബരനെ ആക്രമിച്ച കേസിലെ പ്രതികളായിട്ടുള്ള ഇരുവരെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പീതാംബരന്റെ നേതൃത്വത്തിൽ ഇത്ര വലിയൊരു കൊലപാതകം പെരിയയിൽ നടത്തിയതെന്ന് തന്നെയാണ് CBI കോടതിയിൽ വാദിച്ചത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ, ഫോൺ രേഖകൾ, ഇതെല്ലാം തന്നെ കൃത്യമായി CBIക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് വരുന്ന വിധി അതേറെ നിർണായകമാണ്. 11:30 ഇന്ന് വിധി പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 154 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ജഡ്ജി ശേഷാദ്രിനാഥനാണ് വിധി പറയുക. CBIയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. കേസിലെ ഒന്നാം പ്രതിയായ പീതാംബരന് നേരെയുള്ള ആക്രമണത്തിന്റെ വൈരാഗ്യം തീർത്തതാണ്. ഇരുവരുടെയും സജീവ പാർട്ടി പ്രവർത്തനം ഈ വിരോധത്തിനും കൊലപാതകത്തിലുമൊക്കെ കലാശിച്ചു എന്നാണ് CBIയുടെ കണ്ടെത്തൽ. അതേസമയം പ്രതിഭാഗമാകട്ടെ രാഷ്ട്രീയ കൊലപാതകമല്ല, മറിച്ച് വ്യക്തി വൈരാഗ്യമാണെന്നൊരു കണ്ടെത്തലുമായിരുന്നു കോടതിയിൽ ഈ വിചാരണ വേളയിൽ ആവർത്തിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് വിധി വരുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാം പ്രതിയായ CPM പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. 20ാം പ്രതിയായിട്ടുള്ള KV കുഞ്ഞിരാമൻ മുൻ ഉദുമ MLA കൂടിയാണ്. ഇത് 2ാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു എന്നൊരു വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. മറ്റൊന്ന് 14ാം പ്രതി KM മണികണ്ഠൻ ഉദുമ മുൻ മൻമോഹന് അന്ത്യാഞ്ജലി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകുകയാണ്. രാവിലെ 11:45 നിഗം ബോധ്ഘട്ടിലാണ് അന്ത്യകർമ്മങ്ങൾ. മൃതദേഹം ഇപ്പോൾ ഔദ്യോഗിക വസതിയിൽ നിന്ന് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു. 9:30 വരെ ഇവിടെ പൊതുദർശനമുണ്ടാകും. പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. AICC ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖർഗെ എന്നിവർ AICC ആസ്ഥാനത്ത് മൃതദേഹം എത്തിച്ച ഉടൻ തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒൻപതര വരെ AICC ആസ്ഥാനത്ത് പൊതുദർശനം തുടരും. അതിനുശേഷമാണ് 11:45 നിഗം ബോധ്ഘട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കാരം നടക്കുക. അന്ന് രാത്രിയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗ് കുഴഞ്ഞു വീണതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ എയിംസിലെത്തിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആയിരുന്നു, ഔദ്യോഗിക വസതിയിലായിരുന്നു പൊതുദർശനം നടന്നിരുന്നത്. എന്നാണ് AICC ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി അല്പം മുൻപാണ് എത്തിച്ചത്. ഇവിടെ പാർട്ടി നേതാക്കൾക്കും അതിനുശേഷം പൊതുജനങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരമുണ്ടാകും. രാജ്യം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായ മൻമോഹൻ സിംഗിന് രാജ്യം കൂപ്പുകൈകളോടെ വിട നൽകുകയാണ്. ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ താങ്ങി നിർത്തിയ മണിമാൻ, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മാറ്റിമറിച്ച ധനകാര്യ വിദഗ്ധൻ, അദ്ദേഹത്തെ രാജ്യം നന്ദിയോടെ ഓർത്തുകൊണ്ടാണ് വിട നൽകുന്നത്. രാജ്യമെമ്പാടു നിന്നുമുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം AICC ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി.
ദൃശ്യങ്ങളിൽ കർണാടകയിൽ നിന്ന് DK ശിവകുമാർ ഉൾപ്പെടെയുള്ള സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാം. എല്ലാവരും രാവിലെ തന്നെ എത്തി അദ്ദേഹത്തിന് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. 11:45 സംസ്കാര ചടങ്ങുകൾ നിഗംബോധ് ഘട്ടിൽ നടക്കുക. മനു ഭരത് മറ്റ് വിവരങ്ങളുമായി. മനു, രാജ്യം കണ്ട ഏറ്റവും ദീർഘദർശിയായ, ഏറ്റവും കാര്യക്ഷമമായി രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ മാറ്റിമറിച്ച ആ രാഷ്ട്രതന്ത്രജ്ഞനാണ് ഇപ്പോൾ രാജ്യം വിട നൽകുന്നത്. ഇന്നത്തെ ദിവസം ഇനി ബാക്കിയുള്ള സമയം എങ്ങനെയൊക്കെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്? ശ്രീജ, ഈ AICC ആസ്ഥാനത്ത് ഇപ്പോൾ അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ ഉള്ള കോൺഗ്രസ് നേതൃത്വമാണ് മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവിടെ എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം AICC ആസ്ഥാനത്ത് നിന്നായിരിക്കും നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോവുക. ഡൽഹിയിൽ വളരെ കൃത്യമായൊരു ഗതാഗത നിയന്ത്രണം ഉണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഡൽഹി ട്രാഫിക് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അത് 11 മണിയോടുകൂടി ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന നിഗംബോധ് ഘട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ 11:45 സംസ്കാര ചടങ്ങുകൾ നടക്കും. 21 ആചാരവിധികൾ ഉൾപ്പെടെയുള്ള രാജ്യം ഇത്തരം പ്രധാനമന്ത്രിമാർക്ക് നൽകുന്ന ഔദ്യോഗിക ബഹുമതി, മുൻ പ്രധാനമന്ത്രിമാർക്ക് നൽകുന്ന ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. ഈ രാജാറാം കോളിമാർഗ്, രാജ്ഗഡ് ഏരിയ, അതുപോലെ സിഗ്നേച്ചർ ബ്രിഡ്ജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാം കൃത്യമായ ഡൈവേർഷൻ പോയിന്റുകളുണ്ട്. ഗതാഗത കുരുക്കും നിയന്ത്രണം ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ എടുത്തതായി ഡൽഹി ട്രാഫിക് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു വിവാദം ഇതിനിടയിൽ പൊട്ടിപ്പുറപ്പെട്ടുള്ളത് മൻമോഹൻ സിംഗിന് ഒരു സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ടാണ്. അന്ത്യകർമ്മം നടന്ന സ്ഥലത്ത് തന്നെ ഒരു സ്മാരകം വേണം എന്ന നിലപാട് കോൺഗ്രസ് ഉയർത്തിയിരുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ ഇത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അമിത്ഷായ്ക്ക് കത്തെഴുതുകയും ചെയ്തിരുന്നു. ഏതായാലും ഒരു സ്മാരകം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യാം എന്ന നിലപാടാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്ഥലം അനുവദിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം നിലപാടെടുക്കാം എന്നാണ്. ഏതായാലും അത് പറഞ്ഞതിനെ തുടർന്ന് ജയറാം രമേശ് ശക്തമായി രംഗത്തെത്തുന്നു. അദ്ദേഹം ഒരു സിഖ് പ്രധാനമന്ത്രിയോട് അനാദരവാണ് രാജ്യം കാണിക്കുന്നതെന്ന തരത്തിലുള്ളൊരു പ്രതികരണം വരുന്നു. അതിന് പുറകെയാണ് പ്രണബ് മുഖർജിയുടെ മകൾ, മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൾ കോൺഗ്രസ് തൻ്റെ പിതാവിനോട് കാണിച്ച അനീതി വ്യക്തമാക്കുന്നത്. പ്രണബ് മുഖർജിക്ക് ഒരു ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രാധാന്യം കോൺഗ്രസ് നൽകിയിട്ടില്ല എന്നവർ ഓർമ്മിപ്പിക്കുന്നു. നരസിംഹറാവുവിനെ ഏത് തരത്തിലാണ് മരണാനന്തരം അവഗണിച്ചത് എന്ന കാര്യം CR കേശവൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചൊരു വിവാദം പങ്കുവയ്ക്കുന്നു. അങ്ങനെ ആ നിലയ്ക്ക് കൂടി ഒരു വിവാദം ഉയരുകയാണ്. മറ്റാർക്കും നൽകാത്ത, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ മരിച്ചപ്പോൾ കാണിക്കാത്ത ആ ഒരു ഇത് ഡോക്ടർ സിംഗിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയരുന്നു. ഇതുപോലൊരു ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രയോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കരുത് എന്ന ആവശ്യവും വരുന്നു. ഏതായാലും രാജ്യം മൻമോഹൻ സിംഗിനോട് അളവറ്റ ആദരം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. അത് എല്ലാ കോണുകളിൽ നിന്നും വരുന്നു. ഒരുപക്ഷെ ഇത്തരം തർക്കങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ രാഷ്ട്രപതിയും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ വലിയ അംഗീകാരത്തോടു കൂടി തന്നെ ഓർക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി, മോത്തിലാൽ നെഹ്റു റോഡ് ബംഗ്ലാവിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മാത്രവുമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രസ്താവനകളിലുമൊക്കെ മൻമോഹൻ സിംഗ് നടത്തിയ രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് വലിയ തോതിൽ ഓർക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിത്വമാണ്. എങ്ങനെ ഇത്തരം പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ഒരാൾക്ക് മുന്നേറാം എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ്. ആ മാതൃക വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, സത്യസന്ധത, പ്രതിബദ്ധത ഇതെല്ലാം പല ആളുകളും വ്യക്തമാക്കുന്നു. നിരവധി അന്താരാഷ്ട്ര നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർ, അമിത് കർസായെ പോലുള്ളവർ, ആൻ്റണി ബ്ലിങ്കൻ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, എല്ലാവരും മൻമോഹൻ സിംഗിൻ്റെ നല്ല നാളുകൾ ഓർക്കുന്നു. മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരു മിതഭാഷിയായിരുന്നെങ്കിലും മൻമോഹൻ സിംഗ് തന്നെ ചിലപ്പോൾ അതിലൊരു ആശ്ചര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മിതഭാഷിയാണ് എന്ന് ആളുകൾ പറയുന്നുവെന്ന് പറഞ്ഞപ്പോഴും മൻമോഹൻ സിംഗ് തന്നെ ചേഞ്ചിങ് ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ താൻ ആരോട് സംസാരിക്കാറില്ല എന്ന് പറയുമ്പോൾ 117 തവണ താൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. പല പ്രധാനമന്ത്രിമാർക്കും അതിന് കഴിഞ്ഞിട്ടില്ല എന്ന
ഒരു ശ്രുതി കൂടി അതിനുള്ളിൽ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആളുകളോട് സംസാരിക്കാൻ തനിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ മൻമോഹൻ സിംഗ് അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനുമായിരുന്നു, അതോടൊപ്പം തന്നെ ഒരു നയതന്ത്ര വിദഗ്ധൻ കൂടിയായിരുന്നു എന്ന കാര്യം രാജ്യം ഓർക്കുന്നു. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പല ആളുകളും പങ്കെടുക്കും, പുറത്തു നിന്നുള്ളവർ കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്ത്യ ചൈന ബന്ധമൊക്കെ എത്രയോ കാലം തകർന്നു കിടന്നിടത്തു നിന്ന് അത് ഊഷ്മളമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്തുണ്ടായി. നാത്തുല പാസ് തുറന്നു എന്നത് 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്നൊരു സംഭവമായി മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ത്യ ചൈന ബന്ധമായിക്കോട്ടെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധമായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ, ആഫ്രിക്കൻ രാജ്യങ്ങളുമായി അദ്ദേഹം വലിയ ബന്ധം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അന്ന് ആഫ്രിക്കൻ സമ്മിറ്റൊക്കെ ഇന്ത്യയിൽ നടത്തി 15ഓളം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഇവിടെ വന്നു. അങ്ങനെ ഒരു ആഗോളതലത്തിൽ മൻമോഹൻ സിംഗ് എന്ന പണ്ഡിതനെ ലോകം അംഗീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങളെ ലോകം ഉറ്റുനോക്കിയിരുന്നു. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയെ സംരക്ഷിച്ചൊരു മഹാമേരു എന്ന് തന്നെ പറയാം ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മാക്രോ എക്കണോമിക്സ് വളരെ എളുപ്പമുള്ളൊരു ഘടകമായിരുന്നു. സ്വകാര്യവൽക്കരണത്തെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ നികുതിദായകൻ്റെ ചുമലിലേക്ക് അധിക ബാധ്യതയാകുന്ന നഷ്ടത്തിൽ കാര്യക്ഷമമല്ലാത്ത സ്ഥാപനങ്ങളും ഒക്കെ സ്വകാര്യവൽക്കരിക്കുക എന്നതിൻ്റെ ആവശ്യകത പിന്നീടൊക്കെ ആളുകൾ തിരിച്ചറിയുകയും ഒക്കെ ചെയ്തു. ഉദാരവൽക്കരണ നയങ്ങളും ആഗോളവൽക്കരണവും രാജ്യത്തെ മറ്റ് ബഹുരാഷ്ട്ര ഭീമന്മാരോട് മത്സരിക്കാൻ കിടപിടിക്കാൻ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ, ഇവിടുത്തെ ഉൽപ്പാദകരെയും അതുപോലെ വിതരണ ശൃംഖലയും ഒക്കെ ലോകോത്തരമാക്കുന്നതിൽ വലിയ നിർണായകമായ പങ്ക് വഹിച്ചപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രാധാന്യം ലോകം തിരിച്ചറിഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് എത്ര കണ്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച അതിന് വളരെ കൃത്യമായ വാക്കുകളിലല്ല, പക്ഷേ കൃത്യമായ പദ്ധതികളിലൂടെ, മൻറേഗ പോലുള്ള പദ്ധതികൾ, ആരോഗ്യ സംരക്ഷണ നാഷണൽ ഹെൽത്ത് മിഷനിലൂടെ, അതുപോലെ ഉള്ള ഒട്ടനവധി പദ്ധതികൾ, വിവരാവകാശ നിയമം പോലുള്ള പദ്ധതികൾ തുടങ്ങി ഒരു മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധൻ അതിനപ്പുറത്തേക്ക് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണെന്ന് ആരോഗ്യ മേഖലയിലെയും നയതന്ത്ര മേഖലയിലെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെയും ഒക്കെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ആളുകൾക്ക് വ്യക്തമാകുന്നതേ ഉള്ളൂ. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് ഗ്രോത്തിന് മൻമോഹൻ സിംഗ് അടിത്തറ പാകി എന്നതും രാജ്യം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് മാറി അതിനൊക്കെ അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന ആഗോള ക്രമത്തിനനുസരിച്ച് ഇന്ത്യൻ സമ്പദ്ഘടനയെ രൂപാന്തരപ്പെടുത്തിയ ഒരു മികവുറ്റ പ്രതിഭ തന്നെയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന കാര്യം രാജ്യം ഓർക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ അന്ത്യ സമയത്ത് ഇതുപോലെ ഒരു വിവാദം ഉയർന്നു പോകുന്നത് ഒരു പക്ഷേ രാജ്യത്തിന് അത്ര ഗുണകരമാകും എന്ന് കരുതുന്നില്ല എന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നു. ഏതായാലും ശർമിഷ്ഠ മുഖർജിയുടെ ഒരു അഭിപ്രായം തൻ്റെ പ്രണബ് മുഖർജിയുടെ മരണത്തെ സംബന്ധിച്ചും അത് അന്ന് കോൺഗ്രസ് എന്തുകൊണ്ട് ഇതുപോലെ ഒരു പ്രാധാന്യത്തോടു കൂടി അത് കണ്ടില്ല എന്ന ചോദ്യം ഉയരുന്നു. അതേസമയം KR നാരായണൻ്റെ മരണത്തെക്കുറിച്ച് അന്ന് പ്രണബ് മുഖർജിയുടെ ഡയറികളിൽ നിന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ശർമിഷ്ഠ എഴുതുന്നു. അതുപോലെയുള്ളൊരു ആദരം തനിക്ക് കിട്ടിയില്ല, തൻ്റെ അച്ഛന് കിട്ടിയില്ല എന്ന് ശർമിഷ്ഠ പറയുന്നു. നരസിംഹറാവുവിൻ്റെ കാര്യത്തിലും സമാനമായ വിവാദം ഉയരുന്നു. ഏതായാലും ഇത് ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മളെ വേദനയോടെ വിട്ടുപിരിഞ്ഞു പോകുന്നൊരു ഘട്ടത്തിൽ ഇതുപോലെയൊരു തർക്കങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് കൂട്ടായി ചിന്തിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പോരായ്മ കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും ജയറാം രമേശാണ് ഇതിൽ ശക്തമായൊരു നിലപാടുമായി വന്നിരിക്കുന്നത്. അത് ഒരു സ്ഥലം എന്താണ് കണ്ടെത്താൻ കഴിയാത്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. അതൊരു ബിഫിറ്റിംഗ് ഹിസ് ഗ്ലോബൽ സ്റ്റേച്ചർ, അദ്ദേഹത്തിൻ്റെ ആഗോള തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഗോള തലത്തിൽ മൻമോഹൻ സിംഗിൻ്റെ ഉള്ള അംഗീകാരത്തിന് അർഹമായൊരു പ്രാതിനിധ്യം അദ്ദേഹത്തിന് നൽകണം എന്ന് ജയറാം രമേശ് എക്സിൽ കുറിക്കുന്നു. അതൊരു അനിവാര്യമായൊരു ഘടകവുമാണ്. മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരു രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നതും ആ പ്രധാനമന്ത്രിയായിരിക്കെ തന്നെ അദ്ദേഹം കാഴ്ചവെച്ച അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും ആ പാണ്ഡിത്യം ഇങ്ങനെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉപയോഗപ്രദമായി എന്ന് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്ത നിമിഷങ്ങൾക്കാണ് രാജ്യം സാക്ഷിയാകുന്നത്. മാത്രമല്ല പാർലമെൻറ്റിൽ അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ കുറിക്ക് കൊള്ളുന്ന മറുപടികളൊക്കെ രാജ്യം ഇന്ന് ഓർക്കും. കലുഷിതമായ ബഹളം വെച്ച് അടിപിടി കൂടുന്ന ഒരു ലോക്സഭയിൽ നിന്ന് തൻ്റെ പ്രതിയോഗികൾക്ക് ശാന്തനായി മറുപടി നൽകിയ കവിതകൾ ഉദ്ധരിച്ച് പ്രതിപക്ഷ നേതാവിന് പുഞ്ചിരി കൊണ്ട് നേരിട്ട മൻമോഹൻ സിംഗിനെ രാജ്യം ഇന്ന് ഓർക്കുകയാണ്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു യാത്രയയപ്പ് നൽകാനും രാജ്യം വേദനയോടെ തയ്യാറെടുക്കുകയാണ്. ശ്രീ മനുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. AICC ആസ്ഥാനത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് കോൺഗ്രസ് നേതാക്കൾ ആദരമർപ്പിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നായി ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം AICC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ദൃശ്യങ്ങളിൽ കാണാം. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ അതിൻ്റെ ഗതി തന്നെ മാറ്റിവിട്ട ആ ധനതന്ത്രജ്ഞനെ രാജ്യം ഏറെ ആദരവോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് അർഹിക്കുന്ന ഏറ്റവും ഉചിതമായ യാത്രാ മൊഴി നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. അതിനിടയിലാണ് സ്മാരകം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയരുന്നത്. അതേസമയം ഈ വിഷയത്തിൽ വിവാദത്തിന് പ്രസക്തിയില്ലെന്നും അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിന് ഉചിതമായ സ്ഥലത്ത് തന്നെ അനുമതി നൽകുമെന്നുമാണ് സർക്കാർ അറിയിക്കുന്നത്. സ്മാരകത്തിന് സ്ഥലം അനുവദിക്കേണ്ടതില്ല എന്ന നിലപാട് നേരത്തെ UPA സർക്കാർ സ്വീകരിച്ചതാണെന്നൊരു വിശദീകരണമൊക്കെ ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ ഉയരുന്ന എതിർ സ്വരങ്ങൾ അല്ലെങ്കിൽ അതൃപ്തിയുടെ സ്വരങ്ങൾ അദ്ദേഹത്തിൻ്റെ ചടങ്ങിന് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുന്നതിനിടയിൽ ചെറിയ കല്ലുകടിയാവുകയാണ്. അപ്പോഴും മുതിർന്ന നേതാക്കളെല്ലാം എത്തി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നു. രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് മൃതദേഹം എത്തിച്ചതിന് പിന്നാലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായ സോണിയാഗാന്ധി തൊട്ട് മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങി എല്ലാ പ്രമുഖ നേതാക്കളും AICC ആസ്ഥാനത്തെത്തി മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. 11:45 നിഗംബോധ് ഘട്ടിലാണ് സംസ്കാരം നടക്കുക. പൂർണ്ണ സൈനിക ബഹുമതികളോടെ രാജ്യം അദ്ദേഹത്തിന് 11:45 വിട നൽകും. മിനിയാന്ന് രാത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഇന്നലെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ വസതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അവിടെ എല്ലാവരും, പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. ഇപ്പോഴാണ് AICC ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. ഇവിടെ നേതാക്കൾക്ക് ശേഷം പൊതുജനങ്ങൾക്കും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസരമുണ്ടാകും എന്നാണ് കരുതുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയ ദീർഘദർശിത്വത്തോടെ നയങ്ങൾ രൂപീകരിച്ച രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിന് നേതൃത്വം നൽകിയ ഭരണാധികാരിക്കാണ് വിട ഇപ്പോൾ രാജ്യം നൽകുന്നത്. കുറച്ച് സമയം കൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ത്യാഞ്ജലി അർപ്പിക്കാനായി AICC ആസ്ഥാനത്തുണ്ടാവും. അതിനുശേഷമായിരിക്കും നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോവുക. നമുക്ക് അപ്പോഴത്തേക്ക് വിശദമായി തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ മറ്റ് ചില വാർത്തകൾ നോക്കാം. തമിഴ്നാട് തേനിയിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. കോട്ടയം കുറവിലങ്ങാട് സ്വദേശികളായ ജെയിൻ തോമസ്, സോണിമോൻ KJ, ജോബിഷ് തോമസ് എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാർ യാത്രക്കാരാണ് മരിച്ചത്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, എപ്പോഴാണ് അപകടമുണ്ടായത്? എന്താണ് ഈ അപകടത്തെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, പുലർച്ചെ 5:30 5:30 അപകടം നടന്നതായിട്ടാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. തേനിക്ക് സമീപം പെരിയകുളത്തിലാണ് ഈ അപകടം നടന്നത്. ഇതിൽ സഞ്ചരിച്ചിരുന്ന കോട്ടയം കുറവിലങ്ങാട് സ്വദേശികൾ സന്ദർശിച്ചിരുന്ന കാറ് ഒരു മിനി ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മിനി ബസ്സും റോഡിൽ വട്ടം മറങ്ങുന്ന സാഹചര്യമുണ്ടായി. കാറ് പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന 3 പേർ തൽക്ഷണം മരണപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം മറ്റു 2 പേർക്കും സാരമായി പരിക്കേറ്റുണ്ട്. ഇവരെ തേനി മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ PD ഷാജി എന്ന വ്യക്തിയുടെ നിലയും ഗുരുതരമാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം ബസ്സിൽ ഉണ്ടായിരുന്ന 15ഓളം യാത്രക്കാർക്കും പരിക്കുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശ്രീജ,
പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിലെ തേനിയിലാണ് പെരിയകുളത്ത് ഇന്ന് പുലർച്ചെ അപകടമുണ്ടായത്. 3 കോട്ടയം സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചത്. കായംകുളം പുള്ളിക്കണക്കിൽ വാഹനാപകടത്തിൽ 1 മരണം. പുള്ളിക്കണക്ക് സ്വദേശി നാസറാണ് മരിച്ചത്. സൈക്കിളിൽ ഓട്ടോറിക്ഷ ഇടിച്ചാണ് അപകടം. സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്നു നാസർ. സംസ്ഥാനത്തെ IAS തലപ്പത്തെ ചേരിപ്പോര് അസാധാരണ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു. പ്രത്യക്ഷത്തിൽ തന്നെ കടുത്ത അച്ചടക്ക ലംഘനമാണ് N പ്രശാന്ത് നടത്തിയതെങ്കിലും തിരക്കിട്ട് നടപടി ഉണ്ടാകില്ല. നിയമോപദേശത്തിന് ശേഷം തുടർ നീക്കങ്ങൾ മതിയെന്നാണ് സർക്കാർ തലത്തിലുള്ള തീരുമാനം. തീർത്തും അസാധാരണമായ സാഹചര്യം. സംസ്ഥാനത്തെന്ന് മാത്രമല്ല, രാജ്യത്ത് തന്നെ മുൻപുണ്ടായിട്ടില്ലാത്ത നീക്കമാണ് N പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിനും വ്യക്തതയില്ല. പിന്തുടരാൻ മുൻ മാതൃകകളുമില്ല. നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രശാന്ത് നീങ്ങുന്നതെന്നാണ് വിലയിരുത്തൽ. അതിനാൽ സർക്കാരിന്റെ തുടർ നീക്കവും വ്യക്തമായ നിയമോപദേശത്തിന് ശേഷമാകും. പ്രശാന്തിന്റേത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് സർക്കാർ വിലയിരുത്തുന്നു. എന്നാൽ എല്ലാ പഴുതുകളും അടച്ചുള്ള നടപടിയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുന്നതിന് പകരമാണ് ചീഫ് സെക്രട്ടറിയോട് മറുപടി ആവശ്യപ്പെട്ട് സ്പെഷ്യൽ സെക്രട്ടറിയായ പ്രശാന്ത് കത്ത് നൽകിയത്. ഡോക്ടർ A ജയതിലകിനെതിരെയുള്ള പരസ്യ വിമർശനത്തിന് സസ്പെൻഷനിലാണ് പ്രശാന്ത്. സസ്പെൻഷനിൽ തുടരുമ്പോഴും പരസ്യ വിമർശനം ആവർത്തിച്ചതിനാലാണ് ചാർജ് മെമ്മോ നൽകിയത്. അപ്പോഴും ചീഫ് സെക്രട്ടറിയെയും സർക്കാരിനെയും വെല്ലുവിളിക്കുന്ന നീക്കമാണ് പ്രശാന്ത് നടത്തിയത്. ഏതായാലും സിവിൽ സർവീസ് ചരിത്രത്തിലെ തന്നെ അത്യസാധാരണമായ നിയമയുദ്ധത്തിനാണ് കളമൊരുങ്ങുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സംസ്ഥാന സർക്കാർ യാത്രയയപ്പ് നൽകില്ല. മുൻ ഗവർണർ ജസ്റ്റിസ് P സദാശിവത്തിന് സർക്കാർ ഹൃദ്യമായ യാത്രയയപ്പ് നൽകിയാണ് അന്ന് അയച്ചത്. അതേസമയം ഗവർണർക്ക് രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയയപ്പും റദ്ദാക്കി. സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനുവരി 2-ന് ചുമതലയേൽക്കും. കേരള ദൗത്യം പൂർത്തിയാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിപ്പോകുമ്പോഴും സർക്കാർ ഗവർണർ ശത്രുത അവസാനിക്കുന്നില്ല. ഗവർണർമാർക്ക് സർക്കാർ നൽകാറുള്ള പതിവ് യാത്രയയപ്പ് ചടങ്ങും ഒഴിവാക്കും. ഞായറാഴ്ച കേരളം വിടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം. ആരിഫ് മുഹമ്മദ് ഖാന്റെ മുൻഗാമിയായിരുന്ന ജസ്റ്റിസ് P സദാശിവത്തിന് ഊഷ്മളമായ യാത്രയയപ്പാണ് ആദ്യ പിണറായി സർക്കാർ നൽകിയത്. രാജ്ഭവനിലെ യാത്രയയപ്പ് സമ്മേളനത്തിന് പുറമെ മാസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചില വിഷയങ്ങളിൽ സർക്കാരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നെങ്കിലും സദാശിവത്തെ വാനോളം പുകഴ്ത്തിയാണ് അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്. മാത്രമല്ല, വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്രയാക്കാനും പിണറായി വിജയൻ തയ്യാറായി. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. സർക്കാരിനെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ സംശയനിലയിൽ നിർത്തുകയും ധനമന്ത്രിയോടുള്ള പ്രീതി നഷ്ടപ്പെട്ടെന്ന് പരസ്യമായി പറയുകയും ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാനോട് അത്ര മമത വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. നാളെ കൊച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹി വഴി ബീഹാറിലേക്കും പോകും. 2-ാം തീയതി ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. അദ്ദേഹത്തിന്റെ പിൻഗാമി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 1-ാം തീയതി കേരളത്തിലെത്തും. 2-ാം തീയതി ഗവർണർ സ്ഥാനം ഏറ്റെടുക്കും. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. പക്ഷിപ്പനി പ്രതിരോധത്തിലെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്ന് ആലപ്പുഴയിലെ കർഷകർ. പക്ഷിപ്പനി തടയാൻ താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത് കുട്ടനാട്ടിലെ തനതിനങ്ങളായ ചാരയും ചെമ്പല്ലിയും വംശനാശം വരുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചു. ചെന്നിത്തലയിലെ പാടശേഖരത്ത് മാത്രമാണ് ഈ ഇനത്തിൽപ്പെട്ട താറാവുകൾ ഇപ്പോൾ ബാക്കിയുള്ളത്. പക്ഷിപ്പനി നിരോധനത്തിന്റെ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നീണ്ട കാലയളവിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. H5N1 സ്ഥിരീകരിച്ച ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ കർഷകർ അഭിമുഖീകരിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതന പഞ്ചായത്തിലായിരുന്നു ആദ്യം വൈറസ് ബാധ കണ്ടെത്തിയത്.
പിന്നീട് അത് 3 ജില്ലകളിലേക്ക് വ്യാപിച്ചു. അവിടെയുള്ള മുഴുവൻ വളർത്തുപക്ഷികളുടെയും ഇറച്ചിയുടെയും മുട്ടയുടെയും വിപണനവും മൃഗസംരക്ഷണ വകുപ്പ് തടഞ്ഞു. മാത്രമല്ല, ആയിരക്കണക്കിന് വളർത്തുപക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കി. ഇത്തരത്തിൽ ചെറുതന പഞ്ചായത്തിൽ കള്ളിങ്ങിന് വിധേയമാക്കേണ്ടിയിരുന്ന 8000-ഓളം താറാവ് കുഞ്ഞുങ്ങളെ റോയി എന്ന കർഷകൻ ഏറ്റെടുത്തു. ചെന്നിത്തലയിലെ തന്നെ പാടശേഖരത്തിലേക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ അനുമതിയോടെ അവയെ കൊണ്ടുവന്നു. നശിപ്പിച്ചു കളയാനുള്ള സർക്കാർ നിർദ്ദേശത്തിന് വഴങ്ങാതെ കർഷകൻ സംരക്ഷിച്ച ഈ താറാവുകളാണ് ഇന്ന് കേരളത്തിൽ തന്നെ ആകെ അവശേഷിക്കുന്ന ചാരയും ചെമ്പല്ലിയുമെന്ന കുട്ടനാടിന്റെ തനദിനം. അന്ന് ഇതിനെ കൊന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കുട്ടനാട്ടിൽ ഈ താറാവ്, കേരളത്തിലെ താറാവ് നഷ്ടപ്പെട്ടു പോയിരുന്നു. കേരളത്തിൽ എൻ്റെ ഈ താറാവ്, ഞങ്ങളുടെ ഈ ഒരു കൂട്ടം താറാവല്ലാതെ, ഈ 3000 താറാവല്ലാതെ കേരളത്തിൽ താറാവില്ല. എൻ്റെ അറിവിൽ ഒരു താറാവില്ല. ഒരു കലർപ്പും ഇല്ലാത്ത ചാരയും ചെമ്പല്ലിയും താറാവാണ് ഈ കിടക്കുന്നത്. പ്രാദേശികമായി കർഷകർ സംരക്ഷിച്ച കലർപ്പില്ലാത്ത ഈ താറാവ് സർക്കാരിന്റെ ഫാമുകൾ പോലും ഇല്ല. വിരിയാറായ മുട്ടകൾ പോലും നിരോധനത്തിന്റെ ഭാഗമായി അന്ന് നശിപ്പിക്കപ്പെട്ടിരുന്നു. ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് അതുപോലെ പൈസ ചിലവാണ്. 35 രൂപ വിലയ്ക്ക് അരിയും മേടിച്ച് കോഴിത്തീറ്റയ്ക്ക് 45 രൂപ വിലയുള്ള കോഴിത്തീറ്റയും മീൻപൊടി, ഞണ്ടുംപൊടി, അങ്ങനെ 3-4 സൈസിലെ തീറ്റയും കൊടുത്ത് ഞങ്ങൾ അതിനെ കഷ്ടപ്പെട്ട് വളർത്തുക. ഞങ്ങൾക്ക് ഇങ്ങനെ മുട്ട വിറ്റാൽ ഒരു പ്രയോജനം കിട്ടുന്നത്. ഞങ്ങളുടെ ഉപജീവന മാർഗം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വിറ്റെങ്കിലേ 10 രൂപ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒരു താറാവിന് ഞങ്ങൾക്ക് പേരസ്റ്റോക്ക് ഒപ്പിച്ചതിന് 2000-2300 രൂപ ഒരു താറാവിന് ചിലവായി. നിരോധന കാലയളവ് ഈ 31-ന് പൂർത്തിയാകുമെങ്കിലും അടുത്ത ഈസ്റ്റർ സീസൺ പോലും കർഷകർക്ക് ലഭ്യമാകില്ല. ഒരുപക്ഷെ കർണാടകവും തമിഴ്നാടും കേരളത്തിന്റെ വിപണി തന്നെ ഇതിനോടകം കൈയടക്കി കഴിയും. ഇനിയെങ്കിലും മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്നും പഠനങ്ങൾക്ക് വിധേയമാക്കണമെന്നുമാണ് കർഷകരുടെ അപേക്ഷ. ഏഴ് മാസം മുമ്പ് പക്ഷിപ്പനിയുടെ ഭാഗമായി സർക്കാർ നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞ താറാവും കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് പിന്നിൽ കാണുന്നത്. ഇത് തെളിയിക്കുന്നത് പക്ഷിപ്പനിയും കള്ളിങ്ങും നിരോധനവുമൊക്കെയായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ പഠനങ്ങൾ സർക്കാർ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചെന്നിത്തല എരമത്തൂർ പാടശേഖരത്തിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഒരിടവേള കൂടി. ദേശീയ തലത്തിൽ പോലും വലിയ രീതിയിൽ ചർച്ചയാക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് CPM വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലായിരുന്നു. ഈ CBI അന്വേഷണത്തിനെതിരെ CBI അന്വേഷണം തടയുന്നതിനു വേണ്ടി സർക്കാർ കിടഞ്ഞു ശ്രമിച്ചിട്ടും സുപ്രീം കോടതി വരെ ഈ CBI അന്വേഷണത്തേക്ക് വിട്ടു നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് സർക്കാരിനെ സംബന്ധിച്ചും ഏറെ നിർണായകമായ ദിനമാണ്. 2019 ഫെബ്രുവരി 17-നായിരുന്നു പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൽ CPM പ്രവർത്തകരായിട്ടുള്ള CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായ 1-ാം പ്രതി പീതാംബരന് ഉള്ള രാഷ്ട്രീയ വൈരാഗ്യം, പീതാംബരനെ ആക്രമിച്ച കേസിലെ പ്രതികളായിട്ടുള്ള ഇരുവരെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പീതാംബരന്റെ നേതൃത്വത്തിൽ ഇത്ര വലിയൊരു കൊലപാതകം പെരിയയിൽ നടത്തിയതെന്ന് തന്നെയാണ് CBI കോടതിയിൽ വാദിച്ചത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഈ കൊലപാതകത്തിൽ ഉപയോഗിച്ച വാഹനങ്ങൾ, ഫോൺ രേഖകൾ, ഇതെല്ലാം തന്നെ കൃത്യമായി CBIക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് വരുന്ന വിധി അതേറെ നിർണായകമാണ്. 11:30 ഇന്ന് വിധി പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 154 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ജഡ്ജി ശേഷാദ്രിനാഥനാണ് വിധി പറയുക. CBIയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതൊരു പാർട്ടി അംഗങ്ങൾക്കും നേതാക്കൾക്കുമുള്ള പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കാൻ CPI തീരുമാനം. നേതാക്കളും പാർട്ടി അംഗങ്ങളും മദ്യപിക്കരുതെന്നാണ് പ്രധാന നിർദ്ദേശം. നേതാക്കളുടെ ഒറ്റയ്ക്കുള്ള പിരിവും വിലക്കി. എന്നാൽ പാർട്ടി ഘടകങ്ങൾക്ക് സ്വീകരിക്കാവുന്ന സംഭാവനയുടെ പരിധി ഉയർത്തിയിട്ടുണ്ട്. 1992 തൃശൂരിൽ ചേർന്ന പ്രത്യേക സംഘടനാ സമ്മേളനമാണ് പാർട്ടി അംഗങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം തയ്യാറാക്കിയത്. ഇന്നലെ അവസാനിച്ച സംസ്ഥാന കൗൺസിൽ അതിൽ ഭേദഗതികൾ വരുത്തി. പാർട്ടി അംഗങ്ങളും നേതാക്കളും മദ്യപിക്കരുതെന്നാണ് പ്രധാന നിർദ്ദേശം. മദ്യപാനം ഒരു ശീലമാക്കുകയോ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച നിലയിൽ പങ്കെടുത്ത് പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുകയോ ചെയ്യരുത്. മദ്യവർജനമാണ് പാർട്ടി നയം. പാർട്ടിയുടെ പിരിവിനും കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. പിരിവിന് പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ള പെരുമാറ്റച്ചട്ടവും മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണം. നേതാക്കളുടെ ഒറ്റയ്ക്കുള്ള പിരിവ് വിലക്കി. നേതാക്കൾ ഒരുമിച്ചു പോയേ സംഭാവനകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അതത് ഘടകങ്ങൾ നിർദ്ദേശിച്ചാൽ മാത്രമേ പിരിവിന് ഇറങ്ങാവൂ.
കളങ്കിത വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സംഭാവന സ്വീകരിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. ഒരാളിൽ നിന്നോ ഒരു സ്ഥാപനത്തിൽ നിന്നോ സ്വീകരിക്കാവുന്ന തുകയുടെ പരിധി ഉയർത്തി. ബ്രാഞ്ചുകൾക്ക് ഒരാളിൽ നിന്ന് പരമാവധി 3000 രൂപ വരെയും ലോക്കൽ കമ്മിറ്റികൾക്ക് 10,000 രൂപ വരെയും സ്വീകരിക്കാം. മണ്ഡലം കമ്മിറ്റികൾക്ക് ഒരാളിൽ നിന്ന് പരമാവധി 50,000 രൂപയാണ് പിരിച്ചെടുക്കാൻ കഴിയുന്നത്. ജില്ലാ കമ്മിറ്റികൾക്ക് 1,00,000 രൂപ വരെയും സ്വീകരിക്കാം. ഇക്കാര്യങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മേൽഘടകങ്ങൾക്കും നിർദ്ദേശം നൽകും. പാർട്ടി കമ്മിറ്റികളിൽ ഉയർന്ന പ്രായപരിധി 75 വയസ്സെന്നത് ഈ സമ്മേളനകാലത്തും മാറ്റമില്ലാതെ തുടരും. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനം തുടരുന്നു. പ്രതിനിധി സമ്മേളനം ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 263 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 30-ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, ഇന്ന് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. സംസ്ഥാന ജില്ലാ തലത്തിലുള്ള വിഷയങ്ങളടക്കം ഇനിയുള്ള സമയത്ത് ചർച്ചയ്ക്ക് വരികയും ചെയ്യും. എപ്പോഴാണ് സമ്മേളനം തുടക്കമാവുന്നത്? ഇത് അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇന്നലെയോടുകൂടി തന്നെ കുടിമര ജാഥകളെല്ലാം സമ്മേളനം നടത്തിയിരിക്കുകയും പതാക ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ സമ്മേളനത്തിന് ഔദ്യോഗികമായ തുടക്കം ഇന്നലെ ഉണ്ടായി. എന്തായാലും അതിനുശേഷമാണ് ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിന് ഏകദേശം 163 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. രാഷ്ട്രീയ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, സംഘടനാ വിഷയങ്ങളെല്ലാം ഈ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയാകും. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് പത്തനംതിട്ടയിലെ ശക്തമായ അടിത്തറയുള്ള ജില്ല തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ കഴിഞ്ഞ 3 വർഷമായി നടന്ന തെരഞ്ഞെടുപ്പുകളിലും എല്ലാം തന്നെ ഈ പാർട്ടിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. പുതിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ ആളുകൾ ഈ പാർട്ടിയിലേക്ക് വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള ആത്മവിശ്വാസത്തോടെയാണ് സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന ജില്ലാ നേതാക്കളെല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ MC ജയരാജൻ, CM തോമസ് ഐസക്, AK ബാലൻ, K രാധാകൃഷ്ണൻ, ബാലഗോപാൽ, P സതീദേവി, K സുജാത തുടങ്ങിയ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒപ്പം സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ KK ജയചന്ദ്രൻ, ദിനേശ് തുടങ്ങിയവരും ഇപ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സംസ്ഥാന സെക്രട്ടറി ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന്. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം തുടങ്ങും. കോഴിക്കോട് DMOയുടേതടക്കം സ്ഥലം മാറ്റം മരവിപ്പിച്ചുള്ള ഉത്തരവ് ഇന്നിറങ്ങിയേക്കും. ഇതോടെ കോഴിക്കോട് DMO ആയി ഡോക്ടർ N രാജേന്ദ്രൻ തിരിച്ചെത്തും. ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേക്ക് പിന്നാലെയാണ് നീക്കം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഏതാണ്ട് സിനിമയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കസേര കളിയായിരുന്നു കോഴിക്കോട് നടന്നത്. ഇപ്പോൾ ഒടുവിൽ ഡോക്ടർ രാജേന്ദ്രൻ തന്നെ മടങ്ങിയെത്തുകയാണ്. എപ്പോഴായിരിക്കും അദ്ദേഹം ചുമതലയേൽക്കുക? ആരോഗ്യവകുപ്പിന് തന്നെ നാണക്കേടാവുന്ന രീതിയിലുള്ള കസേരകളിയും അധികാര തർക്കവുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോഴിക്കോട് DMO ഓഫീസിൽ നടന്നത്. ആദ്യം രാജേന്ദ്രന് സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് എത്തുന്നു. പിന്നീട് ഇതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി ഡോക്ടർ രാജേന്ദ്രൻ ഈ ഉത്തരവ് അനുകൂലമായി സമ്പാദിക്കുന്നു. ഇതിനുശേഷം ഓഫീസിൽ വന്നിരിക്കുമ്പോൾ പുതിയ DMO ആയി ചുമതല ഏറ്റെടുക്കാൻ അടുത്തയാൾ വരുന്നു. പക്ഷേ ഇരുവരും തമ്മിൽ പ്രധാന കസേരയിലും മറുവശത്തുമായി ഇരുന്ന് വലിയ ഒരു നാടകീയ രംഗങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചത്. ഇതിനൊടുവിലാണ് സർക്കാരിന്റെ ഉത്തരവ്, ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് എത്തുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടത് ഈ പരാതിക്കാരെ എല്ലാം കേട്ട ശേഷം ഉചിതമായ ഒരു തീരുമാനം സർക്കാർ സ്ഥലമാറ്റത്തിൽ കൈക്കൊള്ളണം എന്നാണ്. അത്തരത്തിൽ ഈ പരാതിക്കാരെ എല്ലാം കേൾക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഉത്തരവ്, സ്ഥലമാറ്റ ഉത്തരവ് നടപ്പിലാക്കപ്പെടും. അതത് സ്ഥലങ്ങളിൽ നിശ്ചയിച്ച പോസ്റ്റുകളിൽ പോയി ചുമതല ഏറ്റെടുത്തില്ലെങ്കിൽ നടപടി എടുക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇതനുസരിച്ച് N രാജേന്ദ്രൻ DMO സ്ഥാനം ഒഴിയുകയും അദ്ദേഹം ഓഫീസിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ച് ഈ സ്ഥലം മാറ്റം ഉത്തരവിനെതിരെ വീണ്ടും അദ്ദേഹം സ്റ്റേ സ്വന്തമാക്കി. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടതുപോലെ ഈ പരാതിക്കാരെ എല്ലാം കേട്ട് 1 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം. അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ഹൈക്കോടതി പറഞ്ഞു. എന്തായാലും ഈ ഉത്തരവ് ഇന്നലെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പ് ഇതിന്മേലുള്ള അടുത്ത ഉത്തരവ്, അതായത് സ്ഥലമാറ്റ ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അടുത്ത ഉത്തരവ് ഇന്ന് ഇറക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് അത്തരത്തിലൊരു ഉത്തരവ് ഉച്ചയോടുകൂടി ഇറങ്ങുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ അതിന് ശേഷമാവും DMO ഓഫീസിലെത്തി വീണ്ടും N രാജേന്ദ്രൻ DMO ആയി ചുമതലയേക്കുക. ശ്രീജ.
MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന്. പാറശാല പരശുവെക്കലിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. എതിർദിശയിൽ വന്ന വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഒരു മാസത്തിനുള്ളിൽ 12ഓളം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ജർമ്മനിയിൽ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. എറണാകുളം വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന 7 സ്പൈസ് ആൻഡ് റൈസ് ആൻഡ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കേസെടുത്ത് നാളുകൾ കഴിഞ്ഞിട്ടും സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ജർമ്മനിയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി. അതിന് താൽപ്പര്യമില്ലാത്തവർക്ക് ജർമ്മനിയിലെ തന്നെ സമ്പന്ന മലയാളി കുടുംബത്തിൽ കെയർടേക്കറിനുള്ള അവസരം. ഉയർന്ന ശമ്പളമാണ് വാഗ്ദാനം ചെയ്യുന്നത്. വിസയ്ക്കായി 7.5 ലക്ഷത്തിലധികം രൂപ നൽകണം. പലരും ഈ മോഹന വാഗ്ദാനത്തിൽ കുരുങ്ങി പല വഴിക്ക് പണം സംഘടിപ്പിച്ചു. അമ്മയുടെ സ്വർണ്ണവും വീടിൻ്റെ ആധാരം പണം വെച്ചാണ് ഞാൻ പൈസ ഉണ്ടാക്കിയത്. ഏകദേശം 7.5 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ മെഡിക്കൽ എക്സ്പെൻസ് അത് ഇതിന് ട്രാവൽ ചാർജൊക്കെ ആയിട്ട് വേറെ എക്സ്ട്രയും കൊടുത്തിട്ടുണ്ട്. ഞാൻ ചാലക്കുടിയിലാണ് ദീപ്തി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് പൈസ കൊടുത്തത്. അവൻ മുഖേനയാണ് ഇവനെ കണക്ട് ചെയ്ത് നമുക്ക് ഷാനെ കണക്ട് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. നമ്മുടെ ഇൻ്റർവ്യൂ എടുത്തു, ഓഫർ ലെറ്റർ അയച്ചു തന്നു. അത് കഴിഞ്ഞിട്ടും ഒന്നും നടപടിയാവേണ്ടപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്നത്. കൊല്ലം സ്വദേശി ഷാൻ സുലൈമാൻ, മൂവാറ്റുപുഴ സ്വദേശിനി ഷൈനി മാത്യു എന്നിവരായിരുന്നു സ്ഥാപന ഉടമകൾ. പണം നൽകിയിട്ടും മറുപടിയില്ലാതായതോടെയാണ് സംശയം തുടങ്ങിയത്. മെഡിക്കൽ ചെക്കപ്പ് എന്ന പേരിൽ മധുരയിൽ കൊണ്ടുപോയതോടെ സംശയം വർദ്ധിച്ചെന്ന് ഉദ്യോഗാർത്ഥികൾ. മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എടുക്കാൻ നേരത്ത് നമ്മൾ ഈ മധുരയിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ചെറിയ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് ഈ ഹോട്ടലാണത്. ഹോട്ടലിനകത്തൊരു റൂമിൻ്റെ അകത്ത് നമ്മുടെ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു. ബ്ലഡ് സാമ്പിളും യൂറിനും മാത്രം എടുത്തിട്ട് മെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി മെഡിക്കൽ എടുത്ത് നമ്മുടെ നിന്ന് 4000 രൂപയോളം മേടിക്കും. ക്യാഷായിട്ട് മേടിച്ചിട്ട് ഇവർ മെഡിക്കൽ ഫെയിലാക്കും. നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ ഫെയിലായെന്നുള്ളത് അറിയും. നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ പറയും അതിന് പകരം മെഡിക്കലിൻ്റെ പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ട് അഡീഷണൽ നമ്മൾ പൈസ എൻ്റെ 2.5 ലക്ഷം രൂപയാണ് അഡീഷണൽ അവർ മേടിച്ചത് ഈ മെഡിക്കൽ ഓവർകം ചെയ്യാനായിട്ട്. അത് അന്ന് തന്നെ എമർജൻസി ആയിട്ട് പൈസ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മുടക്കിയ പൈസയും കൂടെ പോകുമെന്ന് പറഞ്ഞിട്ടാണ് ആ പൈസ നമ്മൾ 3.5 ലക്ഷം രൂപ കൊടുത്തിട്ടേക്കണതിൻ്റെ പേരിൽ നമ്മളത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൈസ ഒപ്പിച്ചു കൊടുക്കാൻ നിർബന്ധിതനാണ് ഈ ഒരു കണ്ടീഷനിൽ. ഇപ്പോൾ അവർ പോലീസിനോടൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫെയിൽ ആയതുകൊണ്ടാണ് ഞാൻ ഇതായതാണ്. അതിൻ്റെ കണ്ടോ ഞാൻ മെഡിക്കൽ ഫെയിലായെന്ന് പറഞ്ഞാൽ അവരൊരു സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഫിസിഷ്യനെ കൊണ്ട് എറണാകുളം മെഡിക്കൽ ഫിസിഷ്യനെ കൊണ്ട് ഞാൻ രണ്ടാമത് എൻ്റെ മെഡിക്കൽ എടുപ്പിച്ചാണത്. ഇതിലെനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള എൻ്റെ റിപ്പോർട്ടാണ് ഈ കാണുന്നത്. ഇതിനിടെ സമാനമായ മറ്റൊരു കേസിൽ ഷൈനി മാത്യു മൂവാറ്റുപുഴയിൽ അറസ്റ്റിലായി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ അവർ മുങ്ങി. പരാതികൾ വന്നതോടെ വൈറ്റിലയിലെ സ്ഥാപനവും പൂട്ടി. ഉടമകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മരട് പോലീസ് പറയുന്നത്. പണയം വെച്ചും കടം വാങ്ങിയുമെല്ലാം നൽകിയ പണം എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന ആശങ്കയുമായി പെരുവഴിയിലാണ് ഈ യുവാക്കൾ. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിലെ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ കർഷകർക്ക് ദുരിതം വിതച്ച് കാട്ടാനക്കൂട്ടം. 6 ആനകളുടെ കൂട്ടമാണ് കഴിഞ്ഞ ഒരു മാസമായി വൻ നാശം വിതയ്ക്കുന്നത്. ഹെക്ടർ കണക്കിന് കൃഷിയാണ് ഒരു മാസത്തിനുള്ളിൽ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. പ്രതികൂല കാലാവസ്ഥയും ഉൽപാദനക്കുറവിനെയും തുടർന്ന് പ്രതിസന്ധിയിലായ കർഷകർക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കാട്ടാന ആക്രമണം. ഡിസംബർ ആദ്യവാരം മുതൽ ഇരു പഞ്ചായത്തുകളിലെയും നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിൽ എത്തിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഉൽപാദനക്കുറവിൽ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് കാട്ടാന ആക്രമണം കൂടുതൽ ദുരിതമായി മാറി. കൊഴിപ്പനക്കുടിയിലെ രാജയ്യ, ജയകുമാർ എന്നിവരുടെ വിളവെടുക്കാറായ ഏലച്ചെടികൾ ഈ മാസം തുടക്കത്തിൽ കാട്ടാനക്കൂട്ടം ചവിട്ടിമെതിച്ചിരുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത്. ശാന്തൻപാറ പഞ്ചായത്തിലെ പന്നിയാർ, ചൂണ്ടൽ, ശങ്കരപാണ്ഡ്യമേട്ട്, ചിന്നക്കനാൽ പഞ്ചായത്തിലെ ബിയൽറാം എന്നിവിടങ്ങളിലും കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. കുട്ടിയാനകൾ ഉൾപ്പെടുന്ന സംഘം കാട് കയറാറില്ലെന്നും കൃഷിയിടങ്ങൾ താവളമാക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു.
ന്യൂസ് 18 ഇടുക്കി. വാർത്താരംഭം പൂർണ്ണമാവുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ്. ദേശീയ തലത്തിൽ പോലും വലിയ രീതിയിൽ ചർച്ചയാക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് CPM വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലായിരുന്നു. ഈ CBI അന്വേഷണത്തിനെതിരെ CBI അന്വേഷണം തടയുന്നതിനു വേണ്ടി സർക്കാർ കിടഞ്ഞു ശ്രമിച്ചിട്ടും സുപ്രീം കോടതി